999, 699, 699 ഇതൊക്കെയാണ് സെയിലിട്ടേക്കുന്നത്. ഇവിടെ ബാഗ്സിനെല്ലാം ഓഫർ ഇട്ടുണ്ട് കേട്ടോ. കുറേ മാക്സിമം എല്ലാ പ്രൊഡക്ട്സിനും ഓഫർ ഉണ്ട്. ഇത് ബാഗിന് എല്ലാം 499, 699. എന്താ നിനക്ക് ട്രീറ്റ് കിട്ടിയത്? ഇവിടെ വന്നാൽ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ 6000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10% കിട്ടും. ചെരുപ്പിനെല്ലാം സെയിലിട്ടുണ്ട് ലേഡീസിന്റെ. 699. കുറച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ച് മോഡലിന് 699ഉം 999ഉം. ജീനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ജീനൊക്കെ 699 ഉള്ളൂ. ഈ സാധാരണ ഇവര് ഓഫറിൽ ഇടുന്നത് പെൻസിൽ ഫിറ്റ്, സ്ലിം ഫിറ്റ് ഒക്കെ ഇടാ. പിന്നെ എടുത്ത് വെക്കുവോ? പിന്നെ എടുത്ത് വെക്കാം. എന്നാ ചാടിക്കോ. ഇതിലൊന്നുമില്ല, ചെറിയൊരു ചാട്ടമുള്ളൂ. കോസ്റ്റ്യൂം അല്ല എനിക്ക്. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അതുപോലെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താ? ഇന്ന് ആക്ച്വലി ഞാൻ കിടക്കുമായിരുന്നു ഇത്ര നേരം, വയറുവേദനയൊക്കെ ആയിട്ട്. ഇപ്പൊ എണീറ്റിപ്പോ 2 ദിവസമായി. കഴിഞ്ഞ ദിവസം തൊട്ട് നമുക്ക് എന്തായിരുന്നു സ്റ്റുഡിയോയിലും വെബ്സൈറ്റിലും സെയിൽ ലൈവ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. സ്റ്റുഡിയോയിലും വെബ്സൈറ്റിലും സെയിൽ ലൈവ് ആണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് സെയിലിൽ എന്തെങ്കിലും, നോർമലി നമ്മൾ സെയിലൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല. നമ്മൾ പക്ഷെ ആ സെയിലിന്റെ ഇത് വരുന്നതിന്റെ ഒരു 4 days മുമ്പേ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും സെയിൽ വരുന്ന അറിയുന്നത്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ നമുക്ക് എന്തെങ്കിലും സെയിലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. സെയിലില്. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലാൻ അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്, കുറച്ച് വേറെ പ്ലാൻസ് ഉണ്ട്. വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. അത് എന്താന്നൊക്കെ നമ്മൾ പതിയെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കൂ. അപ്പോൾ പോവല്ലേ? തിരക്കാവുന്ന മുമ്പ് നമുക്ക് അങ്ങോട്ട് പോയി. അതെ, പോവാം. നമ്മള് ഇന്ന് പോകുന്നത് ചിറ്റേത്തുകാരുള്ള സ്റ്റുഡിയോ വെസ്റ്റ് സൈഡിലേക്കാണ്. അതല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവന്റെ ഫ്ലാറ്റിനാണെങ്കിൽ ഇവിടെ അടുത്ത് വൈറ്റില പോകുന്ന വഴിക്ക് ഒരു വെസ്റ്റ് സൈഡ് ഉണ്ട്. പക്ഷെ അവിടെ സ്റ്റുഡിയോ അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും സ്റ്റുഡിയോ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. ഒരു 1 kilometer അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇതാണെങ്കിൽ സെയിം ബിൽഡിംഗിൽ തന്നെ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോ ഉണ്ട് നമ്മള് ചിറ്റേത്തുകാര. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ പോവാന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. പ്രശ്നമുള്ളൂ ഈ സെയിലും കൂടെ ആയതുകൊണ്ട് പാർക്കിംഗ്. നമ്മൾ ലാസ്റ്റ് ടൈം ഈ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ അറിഞ്ഞൂടാ, സെയിൽ ഇട്ടോണ്ട് ചിലപ്പോ തിരക്കുണ്ടാവും. വീക്കെൻഡ്സും കൂടെ ആണ്. അപ്പൊ എന്തായാലും തിരക്കുണ്ടാവും. അപ്പൊ പോവാൻ പാർക്കിംഗ് എല്ലാം കിട്ടുമോ നമുക്ക് നോക്കാം. പോയിട്ട് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആവുന്ന എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്തിട്ട് വരാം അല്ലേ? എന്താണ് ഇവര് സെയിലിട്ടേക്കുന്നതെന്ന് അറിയാം. എന്താ മെയിൻ ആയിട്ട് അറിയണ്ടേന്ന് അറിയോ? ലാസ്റ്റ് ടൈം നമ്മള് വാങ്ങിയ സാധനങ്ങളില്ലേടാ, അതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇപ്പൊ സെയിലിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും. ഉറപ്പായിട്ട് എന്റെ കണ്ണ് നിറയും ചിലപ്പോ. അതാണ് നമുക്ക് പോയി ആദ്യം നോക്കണം. അത് ഇടാൻ ഇടരുതെന്നാണ് ഞങ്ങളുടെ ഒരു കാരണവശാലും അത് ഇടരുത്. യെസ്, ഇട്ട് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഒരാഴ്ച മോസ്റ്റ്ലി അത് ഇടാൻ ചാൻസ് ഇല്ല. ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ സീസണൽ സാധനങ്ങളല്ല വാങ്ങിയത്. അതല്ലേലും അവരുടെ വെസ്റ്റ് സൈഡിന്റെ ഓൺ പ്രൊഡക്ട്സ്, അവരുടെ ബ്രാൻഡ് മാത്രമേ അവര് സെയിലിൽ ഇടുള്ളൂ. അതായത് നമ്മൾ വാങ്ങിയത് വേറെ ഒരു ബ്രാൻഡാണ്. അപ്പൊ അത് ഇടാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങൾ വേറെ ബ്രാൻഡും ബാക്കിയുള്ള വെസ്റ്റ് സൈഡ് തന്നെയായിരുന്നു. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. അപ്പൊ അവിടെ പോയിട്ട് കാണാം. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഞാൻ കാണിക്കാവേ. ഇവിടെ ഭയങ്കര ലൈവ് ആയിരിക്കും. കുറേ പേര് അവിടെ വന്നിരിക്കാറുണ്ട് വൈകിട്ടൊക്കെ. ഞാൻ കാണിക്കാം. ഇവിടെ എന്താന്ന് വെച്ചാ, ഇവിടെ ഈ ചായക്കടയില് ഇതിന്റെ അടുത്ത് തന്നെ കൊറേ ഹോസ്റ്റൽസ് ഉണ്ട്. ഈ ഒരു ഫുഡ് കോർട്ടാണ്. കൊറേ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ കൊറേ ഹോസ്റ്റൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും തിരക്ക്. വൈകിട്ടാവുമ്പോ വൈബ് അടിക്കാൻ വേണ്ടി പിള്ളേർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. കോളേജ് പിള്ളേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാരും വന്നിരിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ ആയിരിക്കും കൂടുതൽ ഇവിടെ തിരക്കുണ്ടാക്കാനുള്ള തിരക്കുണ്ടാക്കുന്ന ആൾക്കാര്. പക്ഷെ ചായക്കട അത്ര വലിയ സംഭവമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ് ആകുമ്പോ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് കുറച്ചു നേരം പുറത്തിരുന്നിട്ട് വരണമെന്നൊരു മൈൻഡാണ് എനിക്ക് സാധാരണ. എന്താന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല
പുറത്ത് നല്ല ചൂടായിരിക്കൂലേ, അപ്പൊ നമുക്ക് ഇറങ്ങാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. ഈവനിങ് ആകുമ്പോൾ എന്തായാലും നമ്മൾ അപ്പോഴും ഫ്ലാറ്റിലോ റൂമിലോ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഫുള്ള് നമ്മൾ വേറെ പുറം ലോകം കാണാത്ത ഒരു ഫീൽ. എനിക്ക് എന്തേലും പുറത്തുനിന്ന് ഇറങ്ങി ഒരു നല്ലൊരു കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് വരണം എന്നാണ് നോർമലി എന്റെയൊക്കെ ഒരു ഫീല്. അതുകൊണ്ടാണ് ഈവനിങ് നമ്മൾ ചായ കുടിക്കാനാണെങ്കിൽ ചുമ്മാ പുറത്തിറങ്ങാം. നിനക്ക് ഇപ്പൊ കാറ്റ് കിട്ടിയോ? ഇപ്പൊ കാറ്റ് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് കാറിൽ ഇങ്ങനെ അടഞ്ഞു പോകുന്നത് ഇഷ്ടമില്ല. പിന്നെ ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതുകൊണ്ട് നമ്മൾ കാറിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബൈക്ക് എടുത്തേനെ. ആലുവ KSRTC പോകുന്നുണ്ട് കേട്ടോ. KSRTC ഒക്കെ ഒരു നൊസ്റ്റാൾജിയ അല്ലേ? അതെ അതെ അല്ലേ? അതെ, നൊസ്റ്റാൾജിയാണ്. ഞാൻ KSRTCയിൽ കയറിയിട്ട് കുറെ ആയി. ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ ഫുള്ള് നമുക്ക് മറ്റേ കൺസെഷൻ കാർഡ് കിട്ടൂലേ, ആ KSRTC ഞാൻ കാർഡ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഫുള്ള് എപ്പോ വേണേലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ KSRTC ഉണ്ടാവും. അതിൽ കേറാ, നമ്മള് ഫ്രീ ആയിട്ട് കാർഡ് വെച്ച് പോവാ. അത് അത് നമ്മള് ഓൾറെഡി പെയ്ഡ് ആണ്. നമ്മള് അവര് കാശ് കുറച്ച് കൺസെഷൻ പോലെ നമുക്ക് കൺസെഷൻ കാർഡ് ഉണ്ട്. നോർമൽ ബസ്സിനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് KSRTCക്കാണ് കൺസെഷൻ കാർഡ് ഉള്ളത്. അപ്പൊ നമ്മള് കാർഡ് എടുക്കും, എന്നിട്ട് അത് 3 month എന്തോ പേയ്മെന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മള് ആ 3 month നമ്മൾ അതിൽ എപ്പോ വേണേലും നമുക്ക് മോർണിംഗും ഈവനിങ്ങും നമുക്ക് രണ്ടും അതിൽ ടിക്ക് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പൊ അവര് ടിക്ക് ചെയ്ത് തരും. ഇങ്ങനെ മോർണിംഗ് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യും, എന്നിട്ട് ഈവനിങ്ങും അതേപോലെ ടിക്ക് തരും. അങ്ങനെ ഒരു 3 months അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പോയി റിന്യൂ ചെയ്യണം. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ കോളേജ് ഡേയ്സ് ഫുള്ളും ഞാൻ KSRTCയിലായിരുന്നു. ഇപ്പൊ KSRTCയിലൊക്കെ കേറിട്ട് ബസ് കേറിട്ട് കൊറേ ആയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഞാൻ ബൈക്ക് സർവീസ് കൊടുക്കാൻ പോയപ്പോ ബസ് കയറി നോക്കാന്ന് ഓർത്ത് കേറിയതാ. എനിക്കത് ഒരു വൈബായില്ല, എന്തോ പോലെ. അതപ്പൊ തന്നെ ഞാൻ ഇറങ്ങുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ക്യാബ് ബുക്ക് ചെയ്ത് വന്നു. പക്ഷെ KSRTCയിൽ കയറണം, അതൊരു നോർമൽ നമ്മുടെ ഇവിടെ ഈ ലോക്കൽ ഓടുന്ന ബസ്സായിരുന്നു. പക്ഷെ നമ്മള് KSRTC കയറണം. ലോങ് പോകുന്ന KSRTCയിൽ സൈഡ് സീറ്റ് പിടിച്ച് വായി നോക്കി പോണം. അതൊരു വൈബാ. എന്നാ വണ്ടി ഇവിടെ നിർത്തിട്ട് കേറിക്കോ, അടുത്ത വരുന്ന ലോങ് ബസ് തന്നെ നോക്കി കേറിക്കോ. ഒരു ദിവസം നമുക്ക് പോവാം. ഉല്ലാസ യാത്രയൊക്കെ ഉണ്ടല്ലോ ഇപ്പം. ന്യൂ ഇയറിന് എന്തോ യാത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഉല്ലാസ യാത്ര പോവാം KSRTCയിൽ. നിങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഹിയർ. നല്ലതാണോ നമുക്ക് അറിയില്ല, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്കറിയില്ല. അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ എന്റെ ഹോസ്റ്റൽ മേറ്റ്സ് ആയിട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഡേറ്റ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ഡേറ്റ് കിട്ടിയില്ല. അത് അവർക്കുള്ള ഡേറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ, അവര് പറയുന്ന ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളിപ്പോ സ്റ്റുഡിയോ എത്താറായി. സ്റ്റുഡിയോ ആൻഡ് വെസ്റ്റ് സൈഡ് എത്താറായി. ഇനി എത്തിയിട്ട് കാണിക്കാം പാർക്കിങ്ങിന്റെ സ്ട്രഗിൾസ് എന്താണെന്ന് കാണിക്കാം. നമ്മളെ സ്റ്റുഡിയോ ആൻഡ് വെസ്റ്റ് സൈഡ് കത്തി നിൽക്കുന്നുണ്ടല്ലോ. ആൾക്കാരുണ്ടോ? സ്റ്റുഡിയോന്റെ അവിടെ ഒരു റെഡ് ടീഷർട്ട് ഈ ഭാരത് ബെൻസിൽ കയറ്റി വെച്ചാലോ? ബ്ലോക്ക് ചെയ്തല്ലോ നമ്മളെ വിടുവോ? അച്ഛൻ നീ പറ, നമുക്ക് ലെഫ്റ്റില് പാർക്കിംഗ് കിട്ടോ, അണ്ടർഗ്രൗണ്ടില് കിട്ടോ? പാർക്കിംഗ് കിട്ടോ? പാർക്കിംഗ് എന്തായാലും കിട്ടും. എനിക്ക് വലിയ തിരക്ക് പോലെ തോന്നുന്നില്ല. അന്ന് നമ്മൾ വന്നപ്പോ പുറത്ത് തന്നെ വണ്ടി ഈ റോഡില് അങ്ങറ്റം വരെ വണ്ടി ഉണ്ടായിരുന്നു. ലെഫ്റ്റിലുണ്ടോ? ആളൊരു ചോദിക്കേ മുകളിലുണ്ടോ? ലെഫ്റ്റില് കിട്ടിയില്ല. നമുക്ക് അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഉള്ളത്. അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടല്ലോ. എന്താ റിവേഴ്സ് എടുക്കുന്നത്? ഒരു വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് റിവേഴ്സ് എടുക്കുന്നത്. നമ്മുടെ ബാക്കിൽ വണ്ടി വരുന്നുണ്ട്. നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ ഇവിടെ നോയലിന്റെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇതിൽ പണ്ട് ഇവിടെ പാർക്കിംഗ് എല്ലാം ഭയങ്കര ഓപ്പൺ ആയിരുന്നു, ആർക്ക് വേണമെങ്കിലും കോമൺ ആയിട്ട് ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസർവ്ഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടില്ലേ, റിസർവ്ഡ് ഫോർ H&H, റിസർവ്ഡ് ഫോർ ഓഫീസ്, അങ്ങനെ ഇവർക്ക് പാർക്കിംഗ് എല്ലാം റിസർവ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പാർക്കിംഗ് തപ്പി നമ്മൾ പോകുന്നു അങ്ങോട്ടേക്ക്. നമുക്ക് പോയിട്ട് നോക്കാം പാർക്കിംഗ് എവിടെയാണ്. ആള് നമ്മളെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി.
ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ. നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇവിടുത്തെ അത് അണ്ടർഗ്രൗണ്ട് ആയിരുന്നല്ലേ അത് പാർക്കിങ്? അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറാണ്. പക്ഷെ ഗ്രൗണ്ട് പോലെയല്ലേ തോന്നുന്നത്? ഗ്രൗണ്ട് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ നടന്ന് കയറാണ്. ഇനി കയറി അതിൻ്റെ കൂടെ പുറത്തിറങ്ങി അതിലെ കൂടെ നടന്ന് കയറണം. ഇവിടെ ചാടാനൊരു സ്പേസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചാടുമല്ലേ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ചാടാൻ പറ്റിയ കോസ്റ്റ്യൂമിലല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചാടാൻ പറ്റൂല. ഇതിലെ കൂടെ ചാടാൻ പറ്റൂല്ലേ? ഇതിലെ കൂടെ ചാടാം. ഞാൻ ചാടണേ? നീ ചാടാൻ പറ്റില്ല? എന്നെ എടുത്ത് വെക്കാം. ഇതിലൊന്നുമില്ല, ചെറിയൊരു ചാട്ടേ ഉള്ളൂ. കോസ്റ്റ്യൂം അല്ല എനിക്ക്. എന്തൊക്കെയാ അത് കാണിക്കുന്നത്? അങ്ങനെ ഒറ്റയടിക്ക് ചാടാനുള്ള ഒരു ഇതില്ല ഇന്ന്. ഓക്കെ, ഇതാ സെയിൽ ഡൗൺലോഡ് ദ ആപ്പ് ടുഡേ. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ സെയിലിന് കാശ് കിട്ടുള്ളൂ. സെയിൽ കിട്ടുള്ളൂ. അല്ല, ആപ്പിലുണ്ടാവും. ഏതിലാ ഫസ്റ്റ് കയറുന്നത്? ഇതിൽ കയറാം. ഡൗൺലോഡ് ചെയ്യാനോ? ഞാൻ സ്കാൻ ചെയ്യട്ടെ. എന്താ നിനക്ക് ട്രീറ്റ് കിട്ടിയത്? ഇവിടെ വന്നാൽ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ 6000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10% കിട്ടും. 6000 10% 600 രൂപയോ? ലാസ്റ്റ് ഡേ നീ അത്ര നമ്മൾ വാങ്ങിയില്ല. ലാസ്റ്റ് ഡേ ഞാൻ ഇതേ ഓഫർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു 4000 സംതിങ് ആണ് വാങ്ങിയത്. 2 തവണയായിട്ടോ? 2 തവണയായിട്ട് വാങ്ങി. പക്ഷെ സിംഗിൾ ടൈമിൽ വാങ്ങണം. നമ്മൾ ആദ്യം വാങ്ങിയത് ഒരു 3000 എന്തോ, പിന്നെ ഒരു 4000 വാങ്ങി. അത് 2 വാങ്ങിയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അത് സിംഗിൾ ബില്ലിംഗ് ആയിരിക്കണം തോന്നുന്നു. പിന്നെ നിന്റെയും വാങ്ങുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആയിട്ടല്ലേ വാങ്ങിയത് കുറെ, അതുകൊണ്ടാണ്. നമുക്ക് താഴെ നോക്കിയിട്ട് പോവാം, നിങ്ങളുടെ സെക്ഷൻ നോക്കിയിട്ട് പോവാം. എന്താ കൊറേ ഈ റെഡിൽ ഇട്ടേക്കുന്ന 999, 699, 699 ഇതൊക്കെയാണ് സെയിലിൽ ഇട്ടേക്കുന്നത്. നല്ല സമ്മതിക്കുന്നില്ലല്ലോ ചേട്ടാ. ഒന്ന് മിററിന്റെ അപ്പുറത്തുനിന്ന് നീ അപ്പുറം ഫ്രണ്ടിൽ കയറി പോയി നിൽക്ക്. പോയി നോക്ക്, ഫ്രണ്ടിൽ കയറി നോക്ക്. മാറി ഇതിന്റെ സൈസ് അല്ല, സൈസ് കുറവാ. സൈസ് ഏതാന്ന്? ഇത് എല്ലാണോ എടുത്തത്? സൈസ് M ഉണ്ട്. ഇതേപോലത്തെ റെഡ് ഇല്ലേ നിന്റെ? ഇത് വേറെ സാധനമാണ്. നെക്ക് കേറിയിട്ട് ഇവിടെ താഴ്ന്നു വരും. ഓക്കെ, ഞാൻ സമ്മതിക്കില്ല. നല്ലൊരു ബീച്ച് പാന്റ്. സൈസും പറ്റിയ സൈസാ? കറക്റ്റ് സൈസ് കറക്റ്റാ. എന്നിട്ട് സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു ലൈൻ വരുന്നുണ്ട്, അത് മാത്രം. അതാണ് കുളമാക്കിയത് ആ പാന്റിനെ. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഫോർമലായിട്ട് ഇടാൻ പറ്റുമായിരുന്നു. നല്ലതാ. പക്ഷെ സൈഡിൽ ആ സാധനം മാത്രം ഇല്ലെങ്കിൽ ഓക്കെ, സെറ്റ്. ഇത് വേറൊരു മോഡലാക്കി കളഞ്ഞു. അത് ഫ്രീക്ക് മോഡലാക്കി. ഫോർമലിൽ ഒരു ഫ്രീക്ക് മോഡൽ കൊണ്ടുവന്നു. നല്ലതാ. അത് ട്രൈ ചെയ്ത് നോക്കുന്നോ? ഇതോ? നോക്കിയിട്ട് കാര്യമില്ല, അത് എടുക്കാൻ പറ്റൂല. വേണേ ജസ്റ്റ് വേണ്ട, ഇന്ത്യയിൽ ഓൾറെഡി ഞാൻ വാങ്ങിയല്ലോ. MS ഏതാ? രണ്ടും എടുത്ത് നോക്കാം, ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ വൈറ്റ് ടീഷർട്ടിന് 199 ഉള്ളൂ. 399 ആണ്. അത് ഓഫറിൽ 199 ഇട്ടേക്കുന്നത്. അറിയില്ല, അത് എനിക്ക് തോന്നുന്നില്ല ഇത് വർത്താവും. എന്താന്ന് വെച്ചാൽ ഇതിന്റെ നോക്ക്, കോളർ നോക്ക്. അതും ഇല്ലാണ്ട് ഇതിന്റെ മെറ്റീരിയൽ അറിയില്ല, അത് ചുളുങ്ങിപ്പോയ പോലെ ഉണ്ട് കേട്ടോ. ഇത് നോക്ക്, ഇത് അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അല്ല. അകത്തേക്ക് ആരാ? നിന്റെ ഫ്രണ്ട് ആണോ? ഇതിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നമ്മൾ
ചോട്ടി ഇതിലിട്ടോ. പണ്ട് നമ്മൾ ഇങ്ങനത്തെ പാച്ചുള്ള ജീനൊക്കെ ഇടൂലായിരുന്നോ? ആ ഇപ്പൊ ഇത് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നോണ്ട് ഇതൊന്നും ഇടാൻ പറ്റത്തില്ല ഇപ്പൊ. ഈ പാച്ച് ഉള്ളത് ടോൺഡ് ജീൻസ് ഇതൊന്നും ഇടാൻ പറ്റൂല. നമ്മൾ ഇടാറില്ല ഇപ്പൊ. ഇടാറില്ല, ശരിയാ, നമ്മൾ ഇടാറില്ലല്ലേ. മനപ്പൂർവ്വം ഞാനും നമ്മൾ ഒഴിവാക്കി. എന്റെ ഒന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിവാക്കി. ഞാൻ ഇടാറില്ല. തന്ത വൈബാണോടാ? തന്ത വൈബാണോ എന്ന് അറിയില്ല. എന്താ ഓഫീസിലേക്ക് ഇടാൻ പറ്റാത്തോണ്ട് ഇപ്പൊ കുറച്ചുകൂടെ ഓഫീസിലേക്ക് പറ്റുന്ന ഒരു ടൈപ്പ് കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ട്. പുറത്തു പോകാനും പുറത്തു പോകാൻ വേറൊരു കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ട്. പക്ഷെ ജീന് നമ്മള് അങ്ങനത്തെ വാങ്ങാറില്ല. ചെറിയൊരു ടോണ്ടൊക്കെയാണ്. ഇതുപോലെ ചെറുതായിട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. നല്ലോണം കീറിയത് നമുക്ക് ഇടാൻ പറ്റില്ല. ഇത് ഓഫീസിൽ പിന്നെ അതുപോലത്തെ എനിക്ക് ഇടാൻ തോന്നുന്നു കേട്ടോ, ചെറുതായിട്ട്. ജീനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ജീനൊക്കെ 699 ഉള്ളൂ. ഇത് 999 ജീനാണ്. 699 ഉള്ളൂ. ബൂട്ട് കട്ടാ അല്ലല്ലോ? അത് ബൂട്ട് കട്ടാണ്. ഇതുണ്ടല്ലോ, ഇത് വൈഡ് ലെഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതും 699 ജീന്, വൈഡ് ലെഗ്. എനിക്ക് തോന്നുന്നു ഇത് നല്ല മോഡലാണ്. ഓ ഞാൻ പൊളിച്ചു. അത് ഏതാ ഫിറ്റ്? ഫിറ്റ് എഴുതിയിട്ടുണ്ടോ അതില്? ഫിറ്റ് എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് വൈഡ് ലെഗ് ആയിരിക്കും. വൈഡ് ലെഗ് ആണത്. ജീനൊക്കെ 699 ആണ്. 999 ജീന്. ജീൻ വാങ്ങുന്നവർക്ക് ഓക്കെയാണ്. ഉണ്ടോ നോക്കട്ടെ. ഈ വൈറ്റ്, ഈ ഡ്രസ്സോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കണ്ടിട്ട് നല്ലപോലെ തോന്നുന്നുണ്ട്. ഇവനെ കൊണ്ട് ഒറ്റ ബുദ്ധിമുട്ട് എനിക്കുള്ളൂ. എന്താ ഇതുപോലത്തെ ഡ്രസ്സ് എടുപ്പിക്കില്ല. ഇതുപോലത്തെ നല്ല ഡ്രസ്സാണല്ലോ അത്. ഷോർട്ട് ഡ്രസ് ഒക്കെ എടുക്കാൻ. ഓക്കെ, ഇതിന്റെ ബാക്കില് ഭയങ്കര ഹോളാണ്. നല്ലായിരിക്കും. താഴെ വരെ ഇറങ്ങി നിൽക്കും, കുഴപ്പമില്ല. ഏയ് നല്ല രസമുണ്ട് അത് വെച്ച് നോക്കുമ്പോ. ഇതാണോ ഫ്രണ്ട്, ഇതാണോ ബാക്ക്? അതാണ് എന്റെ ഒരു പ്രശ്നം. ഇത് ഫ്രണ്ടോ? ഇത് ഫ്രണ്ടോ? അല്ല, ബെറ്റർ ഇത് ബാക്ക് ആവുന്ന. ബാക്ക് ആവുന്ന 499 ആണ് ഈ ഡ്രസ്സിന്റെ റേറ്റ്. ജസ്റ്റ് എന്നിട്ട് നോക്കാം, ട്രൈ നോക്ക്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇനി നിന്റെ ഒരു ആഗ്രഹം. ഓ എന്റെ ആഗ്രഹം അല്ലേ? ഏറ്റ പ്രശ്നം ഇവനെ കൊണ്ടുള്ളൂ. ഡ്രസ് എവിടെ കണ്ടാലും ഇവരെടുക്കണം. അത് കംഫർട്ട് അല്ലേ, പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് പോവാലോ. അതുകൊണ്ടല്ലേ ഞാൻ സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രം. അതെ, ഇവിടെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ട്രാക്ക് ഹൂഡി ഒക്കെ ഉണ്ട് കേട്ടോ. ട്രാക്ക് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യൂസ് ഭയങ്കര കുറവാണ് എനിക്കിപ്പോ. എൻ്റെ ഒരു ഓക്കെ, ഈ ഏരിയ നമ്മൾ കവർ ചെയ്തില്ലേ? ഇവിടെ എന്തെങ്കിലും അവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ അത് സ്റ്റുഡിയോ ഫിറ്റ് ആണ്, അതിന് യൂസ് ഇല്ല എനിക്ക്. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ആ ബീച്ച് പാന്റ് നല്ലായിരുന്നു കേട്ടോ. ബ്ലാക്ക് പാന്റ് ഒക്കെ ഗ്രേ. ഈ പാന്റ് നല്ല കേട്ടോ. ഗ്രേ അല്ലേ? അതെവിടെയാ നോക്കുന്ന പാന്റ്? അതെവിടെയാ? ഇവിടെ ആയിരിക്കും. ചെരുപ്പിനെല്ലാം സെയിലിട്ടുണ്ട് ലേഡീസിന്റെ അല്ലേ? 699. കുറച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ച് മോഡലിന് 699 999. പിന്നെ നമ്മളന്ന് വാങ്ങിയ ഒരു ചെരുപ്പ് ഇവളുടെ അത് കണ്ടായിരുന്നു, ആ ഒരു ഹീൽ ടൈപ്പ്. അതിന് സെയിൽ ഇട്ടിട്ടില്ല, ഭാഗ്യം. അതിലിട്ടിട്ടൊക്കെ ഇപ്പൊ റിഗ്രറ്റ് ആയിരുന്നു നമ്മള് അല്ലേ? അതെ, ഇവിടുത്തെ ചെരുപ്പിൽ എനിക്കൊരു ഒബ്സഷൻ ഉണ്ട്. എപ്പോ വന്നാലും ഇവള് ഈ ചെരുപ്പിന്റെ സെക്ഷനിൽ കയറും, എന്നിട്ട് എല്ലാം ഇട്ട് നോക്കും, എന്നിട്ട് എന്തെങ്കിലും വാങ്ങും. ഒരു ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ നിനക്ക് ആ ചെരുപ്പിന് യൂസ് ചെയ്യൂല. ഇപ്പൊ ഇട്ടേക്കുന്ന ചെരുപ്പ് ഇവിടെ നിന്ന് എടുത്താ? അതെ, ഈ ചെരുപ്പ് ഇവിടെ നിന്ന് എടുത്താണ്. ഇത് എപ്പോഴേലും ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ഇത് ലാസ്റ്റ് ഓണത്തിന് ഇട്ടിട്ട് പിന്നെ ഇപ്പഴാ ഇടുന്നത്. അതെ, ആകെ ഇട്ട് കണ്ടാ മതി. വെറുതെ വാങ്ങും ചെയ്യും. ഇവിടുത്തെ ചെരുപ്പിന് ഓൾമോസ്റ്റ് 1499 ഒക്കെയാണ് മാക്സിമം. ഒരു മിനിമം റേറ്റ് ഒക്കെ വേറെ ഉണ്ട്. 1499. അതെ, എന്തേലും നോക്കുന്നുണ്ടോ? നോക്ക്, എടുത്ത് നോക്ക്. കളർഫുൾ ആയിട്ട് എന്തൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ വേറെ കളർ ഇവിടെ നോക്കി എനിക്ക് ചിലപ്പോ റിഗ്രറ്റ് അടിക്കും. എടുത്തോ? ഇത് നമ്മൾ എടുത്തിട്ടല്ലോ കഴിഞ്ഞ ദിവസം. ഇതല്ല, ഇല്ല നമ്മൾ എടുത്തതല്ല, എടുക്കാത്തതുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഈ വൈറ്റ് കളർ ഇല്ലായിരുന്നല്ലോ ഇവിടെ. ക്യൂട്ടായിട്ടില്ലേ? ഇതിന്റെ ഒരു പിങ്ക് കളർ ആണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട് നോക്കിയത്. ടു ഗുഡ് ഗൈസ്. ബട്ട് ഇതിന്റെ സൈസ് അല്ല. അതിന്റെ സൈസ് ഒന്നും ഉണ്ടോ നോക്ക്.
ഒരു മിനിറ്റ്, ഒന്ന് മിററിൽ നോക്കിയിട്ട് വരാം. എന്ത് നോക്കിയിട്ട് വരാം? മിറർ സൈസ് ഉണ്ടോ നോക്കുക, അത് നല്ലതാ. ഇവിടെ മിററാ. സൈസ് അതേതാ? ഇവിടുന്ന് കിട്ടിയേ. ആസ് യൂഷ്വൽ അതിന്റെ സൈസ് ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോ നോക്കിയതല്ലേ അത്? അതിന്റെ പിങ്ക് കളർ അല്ലാതെ തന്നെ നമ്മൾ നോക്കിയത് ലാസ്റ്റ് ടൈം. വൈറ്റ് കളർ ഇപ്പൊ നമ്മൾ കണ്ടു, അത് നല്ലായിരുന്നു. പക്ഷെ അതിന് സൈസ് ഇല്ല. ഒരു സൈസ് ചെറുതാണോ? ഒരു സൈസ് ചെറുതല്ലേ, അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റില്ലല്ലോ. ഇട്ടാ കാല് പുറത്താണ്, കാണുമ്പോ തന്നെ അറിയാം. ഈ സൈഡിലേക്ക് ഞാൻ വരാൻ പാടില്ല. ഇത് വേറെയാ മോഡല്. ഇത് വേണ്ട, എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് വേണമെങ്കിൽ ഓൺലൈനിൽ നോക്കാം, ചിലപ്പോ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ചെരുപ്പാനുള്ള പ്ലാനിലല്ലേ വന്നത്. ശരി, എന്താ നോക്കിയോ നീ? ഇത് ട്രയൽ നോക്കുന്നില്ലേ? അത് ട്രയൽ ചെയ്യണം. നൈറ്റ് ഡ്രസ്സിന്റെ സെക്ഷനും കൂടെ നോക്കിയിട്ട് എന്നിട്ട് ഒന്നിച്ച് ട്രയൽ ചെയ്യാമോ? ഇവിടെ ബാഗ്സിനെല്ലാം ഓഫർ ഉണ്ട് കേട്ടോ. കുറേ മാക്സിമം എല്ലാ പ്രൊഡക്ട്സിനും ഓഫർ ഉണ്ട്. ബാഗിന് എല്ലാം 499, 699. പിന്നെ കുറച്ച് ആക്സസറീസ് ഉണ്ട് ഇതിലെല്ലാം 199. ഇവിടെ ഉണ്ട് ബാഗ് 999. മാക്സിമം 1499 എല്ലാം 999 ഇട്ടിട്ടുണ്ട്. 999 699 ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇട്ടേക്കുന്നത് ഓഫർ. നമ്മൾ കുറേ ഇത് ഇപ്പോൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതെല്ലാം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. ചെരുപ്പ് ഇവയ്ക്കൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. ചുമ്മാ ഇതിലെ കൂടെ കറങ്ങി എല്ലാ ചെരുപ്പ് എടുത്തിട്ട് നോക്കുന്നത്. ഇതെന്താ? അത് നല്ല കേട്ടാ. അത് കൊള്ളാം കേട്ടോ. കൊള്ളാം. അതൊരു ഗോൾഡൻ ഒരു കളർ വരുന്നുണ്ട് ഫ്രണ്ടില്. അതൊരു ഫീൽ. ഇതെന്റെ സൈസാണ്, ഇതെനിക്ക് കറക്റ്റ് അല്ല. കറക്റ്റ് അല്ലേ? സൈസ് എന്റെ 37 അല്ലേ നിന്റെ സൈസ്? എന്നാ 38 ഉണ്ടോ നോക്ക്. അതിന്റെ കാല് കേറുന്നില്ല. 38 ഉണ്ടോ നോക്ക്. അതല്ല, ആ മോഡൽ അല്ല. 38 ഉണ്ടോ നോക്കട്ടെ. എന്താ? സിംഗിൾ സൈസ് ഉള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ സൈസ് തപ്പി വരുമ്പോ ആ ഒരു സൈസ് ഉണ്ടാവില്ല, വേറെ സൈസ് ഇല്ല. ഒരു നല്ല ബാഗ്. ഇതേപോലെ ഒരു ബാഗ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയതേ ഉള്ളൂ. ഒരു വൈറ്റ് കളർ. കൂടെ പോവായിരുന്നല്ലേ? കൊള്ളാം. ഇതേപോലെ തന്നെ അത്. അതവിടെ. അതുകൊണ്ട് വേറെ ഇത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊരു വേറൊരു ലുക്കാ. പക്ഷെ കൊള്ളാം. ആ ബാഗിന് ഓഫർ ഇല്ല കേട്ടോ, സെയിൽ ഇട്ടിട്ടില്ല. ഇതിന് സെയിൽ ഇട്ടിട്ടില്ല. മറ്റേ ബാഗ് വാങ്ങി 2 ദിവസം മുമ്പ് വാങ്ങി വെച്ചേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഈ ബാഗ്. രസമുണ്ട്. ഇത് വേണ്ട എനിക്ക്. ഫുള്ളാണോ? അവള് ട്രയൽ ചെയ്യാൻ കയറിയിട്ട് കുറേ നേരമായി. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അവള് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രയൽ ചെയ്തിട്ട് വരുമ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുകളിൽ കയറിയിട്ട് മെൻസിൻ്റെ സെക്ഷനിൽ എന്തെങ്കിലും നോക്കാൻ. അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ ആയി. അപ്പോൾ നോക്കാം ഇനി നമ്മുടെ ബാക്കിയുള്ള പ്ലാനൊക്കെ നടക്കുമെന്ന് അറിയില്ല. അത് അവൾ വന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇറങ്ങുന്ന പോലെ ഉണ്ടാവും. ബാക്കിയുള്ള പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്ന്. എന്താ ഇതൊക്കെ? എത്ര നേരായി നീ? നമ്മുടെ വുമൻസിന്റെ സെക്ഷനിലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ്. മെൻസിന്റെ സെക്ഷൻ അല്ലേ, ലേറ്റേ ആയിട്ടില്ല. ട്രയലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് സാധനം എടുത്ത് കൂട്ടിയിട്ടുണ്ട്. എന്തേലും കിട്ടിയാ? സെറ്റായാ? കിട്ടി. ഓക്കെ ആണോ? എന്താ ആലോചിക്കുന്നത്? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ എടുക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എന്താ ഇതൊക്കെ എന്തിനാ എടുക്കുന്നതാ? അതൊക്കെ ആവശ്യം വരും. എന്താ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തേക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ. ഇനി മെൻസിന്റെ സെക്ഷനിൽ നമുക്ക് നോക്കാം. നമുക്ക് മെൻസിന്റെ സെക്ഷനിലുള്ള കളക്ഷൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാ സെയിൽ ഇട്ടേക്കുന്നത്. ഇവര് ഇതേപോലെ തന്നെ 499, 999, 699 അതുപോലെയാണ് എല്ലാം ഇട്ടേക്കുന്നത്. വരുന്നില്ലേ? ടീഷർട്ട് വേണോ? സ്ലോ മോർണിംഗ് എക്സസ് 499. ഈ ടീഷർട്ടിന് 499 ആണ്.
ആന്ന് തോന്നുന്നു കേട്ടോ ഇവര്. സ്ലോ മോർണിംഗ് അല്ല പക്ഷെ ഇതിൽ ഇവർ ഇട്ടിട്ടില്ല കേട്ടോ, ഇതില് ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. മേ ബി ഉണ്ടാവില്ല, ചിലത് സെയിൽ ഉണ്ടാവില്ല. ഇത് ഇവിടെ ഇട്ടേക്കുന്നേ ഉള്ളൂ. ഈ മോഡലൊന്നും വേണ്ട. എന്തേലും ഷർട്ട് നോക്കിയാലോ? ഈ ഷർട്ട് എൻ്റെ ഇല്ലേ ഇതേപോലത്തെ, പക്ഷെ പ്രിന്റഡ് അല്ല എൻ്റെ ഉള്ളത്. ടച്ച് ഡൗൺ ഇതെൻ്റെ ഉണ്ട്, പക്ഷെ ഇത് പ്രിന്റഡ് അല്ല. ഇതേപോലത്തെ വേറൊരു മോഡലുണ്ട്. ഈ ഷർട്ട് നല്ല ആണോ? വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. വിശക്കുന്നില്ലേ? ഇല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. എന്തായിരുന്നു? ചക്ലിയോ? ചക്ലി? നീ എന്തോ ചക്ലി ബിക്ലി എന്തൊരു സാധനമാക്കില്ലേ ചക്ലി. ഇവിടെ വെസ്റ്റ് സൈഡില് ഇൻസ്റ്റയില് റീൽസും കണ്ടിട്ട് ഇവര് ഒരു ചക്ലി എന്ന് പറഞ്ഞ സാധനം ആക്കിട്ട് ചക്ലി പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു സാധനം ആക്കി. എനിക്ക് ഒരു എനിക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്? ഫോർമൽ ആയിട്ട് എന്തെങ്കിലും പാന്റ് എടുക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരുപാട് ഫോർമൽസ് ഉണ്ട്. ഇതാണ് ഞങ്ങൾ നേരത്തെ താഴെ നിന്ന് കാണിച്ചായിരുന്നു നമ്മളെ. ഇവിടെ നീയാണ് സ്റ്റാർ. ആണോ? ഞാനാണോ സൂപ്പർ സ്റ്റാർ? ജീൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ജീന് നോക്കാം. ജീൻ അതിന് ഇവിടെ നല്ല ഫിറ്റ് ഉണ്ടോ നോക്കാം. ഈ സാധാരണ ഇവര് ഓഫറിൽ ഇടുന്നത് പെൻസിൽ ഫിറ്റ്, സ്ലിം ഫിറ്റ്, സ്ലിം ഫിറ്റ് ഒക്കെ ഇടാ. സ്ലിം ഫിറ്റ് ഒക്കെ ഇടാ. നിനക്ക് ഓർമ്മ ഉണ്ടോ ഒരു സമയം ഞാനൊക്കെ മുട്ടിന്റെ താഴെ വെച്ച് പാന്റ് കട്ട് ചെയ്തിട്ട് മറ്റേ ലെങ്ത് കുറഞ്ഞത് മറ്റേ സ്ലിം ഫിറ്റ് വരെ ആംഗിൾ ലെങ്ത് എടുക്കും. അത് പിന്നെയും അത് എത്ര ലെങ്ത് വേണ്ടത് പിന്നെയും കട്ട് ചെയ്യും. 999 ആണ് ഇവിടുത്തെ ജീൻ ഇട്ടേക്കുന്നത്. മേ ബി ഇവിടുത്തെ 999 ഇട്ടേക്കുന്ന ജീൻ ഇതുപോലെ സ്ലിം ഫിറ്റ് ആണ്. നോർമൽ ഫിറ്റ് നല്ല ഫിറ്റ് ആണെങ്കിൽ എടുക്കാന്നുള്ളൂ. ഞാൻ നോക്കട്ടെ. ഒന്നിനും സൈസ് ഇല്ല, പിന്നെ ഫിറ്റ് നല്ലല്ല. അതില് ഓഫറിൽ ഇട്ടേക്കുന്നതില് ഫിറ്റ് നല്ല ഫിറ്റ് അല്ല, സൈസും ഇല്ല. നമുക്ക് വേറെ നോക്കാം. വേറെ ഉണ്ടോ നോക്കാം. ഈ ഷർട്ടിനൊന്നും ഓഫറില്ല കേട്ടോ. നമുക്ക് 3 സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ തപ്പിയിട്ട് ഈ 3 ട്രയൽ ചെയ്ത് നോക്കാം. ഈ ഗ്രീൻ എന്തായാലും എടുക്കും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഷോർട്സ് എനിക്ക് സെറ്റ് ആവുമെന്ന് അറിയില്ല. ഈ ഷോർട്സ് കണ്ടപ്പോൾ ഒരു ബീച്ച് കളറിൽ ഈ ബ്ലാക്കിന്റെ കൂടെ നല്ലോണം പോവും തോന്നി. അതുകൊണ്ട് ഞാൻ ട്രയൽ ചെയ്ത് നോക്കാന്ന് പറഞ്ഞെടുത്ത. ഷോർട്സ് ചുമ്മാ ഇട്ട് നോക്കാം, എടുക്കോ ഇല്ലോന്നും അറിയില്ല. പിന്നെ നമ്മൾ ഫോർമൽസ് എല്ലാം നോക്കി, ഒന്നും സെറ്റ് ആയില്ല. നോക്കട്ടെ, നോക്കിട്ട് വരാം. ഫോർമൽസ് കുറച്ച് നോക്കി. പാൻ്റൊക്കെ ഭയങ്കര സ്ലിം ഫിറ്റിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അത് അവനെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എനിക്ക് വിശന്ന് വയറ് കത്താൻ തുടങ്ങി. എൻ്റെ വയറ് ഡ്രൈ ആയി. നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങുന്നു. ഇനി നമ്മൾ സ്റ്റുഡിയോയിൽ സെയിലുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ചാൻസ് കുറവാണ്. ഈ ചുമരിൻ്റെ അപ്പുറമാണ്, പക്ഷെ നമ്മളവിടെ കയറിയ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള പ്ലാൻസ് ഒന്നും നടക്കും തോന്നില്ല. ഇന്നത്തേക്ക് ഇതോട് നിർത്തുന്നാണ് തോന്നുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, കുറച്ച് സമയം എടുത്ത് കൂടുതൽ നമ്മൾ ഓരോന്നും എടുത്ത് ട്രയൽ ചെയ്തോണ്ട്. എനിക്ക് ആ വൈറ്റ് ടീഷർട്ട് എടുത്തതിൽ ലിപ്സ്റ്റിക് ഉണ്ട്, മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ട്. എനിക്ക് ചുമ്മാ റിഫ്യൂസ് ചെയ്യാനാ. അതൊന്ന് മാറ്റിയെടുക്കണം. ബാക്കിൽ നല്ലൊരു ഡ്രസ്സാണ്. ഇതെന്താ ബാക്കിൽ ഇത്ര വലിയ ഓപ്പണിങ്? ഇതെന്താ ഉദ്ദേശിച്ചത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, പാർട്ടിക്കൊക്കെ പോകുമ്പോ ഇടാൻ വേണ്ടിട്ടായിരിക്കും. എനിക്കറിയണം. ശരി, ഇപ്പൊ എന്താ ഇവിടെ? ഹലോ, വരുന്നുണ്ടോ? നല്ല മിററും കണ്ടിരിക്ക. പോവാം. ഓ, മിറർ കൊള്ളാം, നല്ല ലൈറ്റ് ഉണ്ട്. ഈ മിറർ വാങ്ങാൻ പറ്റുമോ? മിററൊക്കെ വാങ്ങാൻ പറ്റും. ഈ മിറർ ഇവിടുന്ന് വാങ്ങാൻ പറ്റൂല. ഇതുപോലത്തെ മിറർ വാങ്ങാൻ പറ്റും. കൊള്ളാല്ലേ? നല്ല മിറർ, നല്ല വെട്ടം. നമ്മളെ ഫേസിൽ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. നമ്മൾ ബില്ലിങ്ങിന്റെ അവിടെ എത്തി. ബില്ല് ചെയ്തിട്ട് പോവല്ലേ? അമ്മേ, ബില്ല് ചെയ്തിട്ട് ഇറങ്ങി. ഇവിടെ കുറെ കളർഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ഗ്രീൻ, റെഡ് ഗ്രീൻ, ബ്ലൂ ഗ്രീൻ. ഓ, ഇതെന്ത് ഭയങ്കര കളർഫുൾ ആണല്ലോ. ഇത് പെർഫ്യൂം ആണോ? ഓ, 999 ആണോ ഈ പെർഫ്യൂമിന് കേട്ടോ? മെന്നാണോ? കൊള്ളാലോ, കളർഫുൾ ആണ്.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പക്ഷെ ഇത് ഫോഗായിരിക്കും. ലിക്വിഡാണോ? ബോഡി സ്പ്രേ ആണ്. ബോഡി സ്പ്രേ. നല്ല സ്മെല്ലുണ്ട്. നല്ലതാണല്ലോ. അപ്പം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പോവല്ലേ. അപ്പം നമ്മൾ നേരെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? എന്തെങ്കിലും കുടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. വയറ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു. എന്തെങ്കിലും കുടിച്ചാലോ? ജ്യൂസോ എന്തേലും. എനിക്കൊരു കുപ്പി വെള്ളം കുടിച്ചാലും മതി. നമുക്ക് പോവാ, എന്തേലും നോക്കാം. എന്തേലും കുടിക്കുന്നുണ്ടെങ്കിൽ പോവാം. ബാ നമുക്ക് പോവാതെ. പെണ്ണുങ്ങളെ ഡ്രസ്സും കൈ പിടിച്ച് നടക്കത്തില്ല. അതെ, നിന്റെ ഡ്രസ്സല്ലേ. എന്നാ നീ പിടിച്ചോ. നീ തന്നെ പിടിച്ചോ. അതാ ഇവിടെ ബാഡ് സ്മെല്ല്. അയ്യോ ഓടിക്കൂടിക്കോ. നമ്മൾ അവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി ഇനി എന്താ പരിപാടി? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആയി വയറ്. വെള്ളം ഇല്ലായിരുന്നല്ലോ അവിടെ. വെസ്റ്റ് സൈഡിൽ വെള്ളം ഒന്നും ഉണ്ടാവില്ലോ. എല്ലാ മോളിലും ഷോപ്പിലൊക്കെ വെക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് വെള്ളം എന്തെങ്കിലും കുടിച്ചാലോ അല്ലെ ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മളിപ്പോ നമ്മുടെ പഴയ സ്പോട്ടിലെ ആംബിയൻസിന്റെ അവിടെ പോവാണ്. അതെ അതെ, ആംബിയൻസിന്റെ അവിടെ പോവാണ്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഒരു വെള്ളം കുടിച്ചിട്ടേ, എന്നിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങാനുണ്ട് വീട്ടിലേക്ക്. നാളെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ല. അപ്പൊ മീനും കൂടെ വാങ്ങിട്ട് പോവാം. അതാണ് ഇന്നത്തെ പരിപാടി. ഇനി നമ്മൾ ആ സുഡിയോയുടെ പരിപാടിയൊക്കെ ക്യാൻസൽ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനും ക്യാൻസൽ ആയി. അതൊക്കെ നാളെ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി നാളെ പറ്റുമല്ലോ. അതെ, കാണുന്നുണ്ട് ഈ റോഡ് ഉണ്ടോ? ഇലക്ഷൻ ഇത് മുമ്പും ഭയങ്കര പൊട്ടി പൊളിഞ്ഞെടുക്കുന്ന റോഡായിരുന്നു. ഇലക്ഷൻ ആയ സമയത്തല്ലേ ഇതൊന്ന് വൃത്തിയാക്കിയത്. ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ഏരിയക്ക് ആകെ ഉണ്ടായ ഒരു ഗുണം അതാന്ന് തോന്നുന്നു. ഐ മീൻ വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞ് താഹം എടുക്കുന്നതിന് മുമ്പ് റോഡ് മോശമായിട്ടോ. അവിടെ ആ ഏരിയയില് നല്ലായിരുന്നു അല്ലേ? ഇവിടെ വന്നപ്പോ കുറച്ച് അലമ്പായി. നമുക്ക് എന്തെങ്കിലും കുടിക്കാം. പക്ഷെ ഇവിടെ പാർക്കിംഗ് പക്ഷെ ബൈക്ക് ഇവിടെ കേറ്റി ഇടും. എന്നിട്ട് നമുക്ക് അകത്തേക്ക് കാർ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാവും. കഷ്ടപ്പാട്. നോക്കട്ടെ, ഇതാണ് നമ്മുടെ ആംബിയൻസ് ഫുഡ് കോർട്ട്. ചായ ടൈം. ഇവിടെയാണ് നമ്മൾ പണ്ട് ചായ കുടിക്കാൻ വരാം അല്ലേ? അതി ഞാൻ അധികം വന്നിട്ടില്ല. നീ അധികം വന്നിട്ടില്ല? ഈ ഇടയ്ക്ക് നിന്നോട്. ഓക്കെ, ചായ കുടിക്കാം. എന്താ ഇത്? സോഡ സർബത്ത് മിക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു സോഡ സർബത്ത് മിക്സ് വാങ്ങി. എന്റെ തലയൊക്കെ കിറുങ്ങുന്ന പോലെ ഉണ്ട് കേട്ടോ. എന്താന്ന് അറിയില്ല. എനിക്ക് വെള്ളം കിട്ടാത്തോണ്ട് കൊറേ നേരമായിട്ട്. ഇപ്പൊ ഇറങ്ങി പോകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലേക്ക് കൂടെ പതിയെ കൊറേ നേരം ഡ്രൈ ആയി. എനിക്ക് അറിഞ്ഞൂടാ, നമ്മള് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വെള്ളം കുടിക്കണായിരിക്കും. ഇടയ്ക്കൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരിക്കും നമ്മളിടയിൽ ഇറങ്ങുമ്പോൾ വെള്ളം എടുക്കണം. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കാറിൽ എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ എടുത്തില്ല. ഇത് അടുത്തായതുകൊണ്ട് എടുത്തില്ല. ചെറിയ ബോട്ടിലുണ്ടല്ലോ നമ്മളിൽ, അത് എടുത്താൽ മതി. ആ ബോട്ടിൽ ഒരു ഉപയോഗമില്ലാണ്ട് വെച്ചേക്കുന്നത്. അതെ. ഇവിടെ ഹാപ്പി റോൾസ് എന്ന് പറഞ്ഞൊരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ ഇത് ട്രൈ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ഷവർമ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം. നമ്മള് ബൈറ്റ് കഴിക്കുമ്പോ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഇവിടെ കുറച്ച് ഷവർമ, ബർഗർ, ഫലാഫിൽ, ഷോർട്സ്, ഡ്രിങ്ക്സ് അങ്ങനെ കുറേ ഉണ്ട്. അതിൽ നമ്മളൊരു ഷോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വെറൈറ്റി ഷവർമ ഷോർട്സ്. ആദ്യമായിട്ടാണ് നമ്മൾ ഷവർമ ഷോർട്സ് കഴിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഷവർമ ഷോർട്സ് എന്ന് പറഞ്ഞൊരു സാധനം. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നോർമലി ഷവർമ റോള്, പ്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുള്ളൂ നമ്മൾ അല്ലേ? ഷോർട്സ് ഫസ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എന്താണോ വരാൻ പോകുന്നത്? ഷവർമ ഉണ്ടാക്കി തരുമോ? ഷവർമ ഉണ്ടാക്കി തരും, കൊണ്ടുവരുന്നുണ്ട്. ഇത് പാനിപ്പൂരി പോലെ അതിൻ്റെ അകത്ത് ഷവർമ വെച്ചിട്ട്. ഇതാണ് ഷവർമ ഷോർട്സ്. ഷവർമയുടെ ഫില്ലിങ്ങില് പാനിപ്പൂരി. ഓക്കെ, ഫസ്റ്റ് ടൈം ഒരു വെറൈറ്റി ഐറ്റമാണ്. ഓരോ പാനിപ്പൂരി കഴിക്കുന്ന പോലെ നമുക്ക് ഷവർമ ഷോർട്സ് കഴിക്കാം. വലുതാണ്, വായിലിട്ടാ സംസാരിക്കാൻ പറ്റൂല. ഞാൻ പിന്നെ
സംസാരിക്കാൻ പറ്റും. മൗനായിരിക്കും കുറച്ച് നേരത്തേക്ക്. Cheers. ടിഷ്യൂ ഒന്നുമില്ല, പക്ഷെ കൊള്ളാം. ഒരു വെറൈറ്റി ഫീൽ നല്ലതായിട്ട് കേട്ടോ. ആ ഒരു ആ പപ്പടത്തിന്റെ ഒരു കറുമുറില്ലേ, അതും അതിന്റെ കൂടെ ഷവർമ്മയുടെ ചിക്കന്റെ ഷവർമ്മയും പിന്നെ മയയും എല്ലാം കൂടെ വരുമ്പോ ഒരു നല്ലൊരു ഫീല്. ഒരു വെറൈറ്റി സാധനം കഴിച്ച പോലെ ഇല്ലേ? കൊള്ളാട്ടോ. 5 ഉള്ളു, 6 വേണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് ടിഷ്യൂ വാങ്ങിയിട്ട് വരട്ടെ. എന്താ അത് എന്റെ വായിൽ കയറിയോ? രണ്ടാമത്തെ ബൈറ്റ് നമ്മൾ കഴിച്ചു. എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ ഒരു വായിൽ പെട്ടെന്ന് പൊട്ടുന്ന പോലെ, ഒരു ബ്ലാസ്റ്റ് പോലെ. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്യുന്നത് ഞാൻ. കൊള്ളാട്ടോ. വാവ്. ഇനി ഒന്നും കൂടെ ഉള്ളൂ, അത് ഞങ്ങൾ രണ്ടുപേരിൽ ആര് കഴിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എപ്പോഴും ഞാനാണ് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ലാസ്റ്റ് ഉള്ളത് തീർക്കുന്നത്. അപ്പം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അല്ലേ? അതി തന്നെ കഴിക്കും. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ബൈറ്റ് ഇവൻ എടുക്കണം. അതാണ് ഇവന്റെ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സമൂസ വാങ്ങും ചിലപ്പോ, അല്ലെ ഒരു ബസ് വാങ്ങും. അതിന്റെ ഏറ്റവും അവസാനത്തെ ബൈറ്റില്ലേ അതെടുക്കാൻ അടിയായിരിക്കും. അല്ല അങ്ങനല്ല, ഞാൻ ലാസ്റ്റ് നിനക്ക് കഴിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കഴിക്കണമെന്നുള്ളതുകൊണ്ടല്ലോ കേട്ടോ. നീ കഷ്ടപ്പെടുന്നോണ്ടല്ലേ. അല്ല സ്നേഹല്ലേ, എന്നാ ഇത് നമുക്ക് ഷെയർ ചെയ്യാം. ഉറപ്പിച്ചോ? ഞാൻ ലാസ്റ്റ് എന്നെ പറയില്ല കേട്ടോ, എന്നെ പറയല്ലേ ലാസ്റ്റ്, പറയല്ലോ. ഇത് ഞാൻ എടുക്കുന്നു. അത് നീ എടുത്തോ, അപ്പൊ ഞാൻ വെള്ളം ഞാൻ എടുക്കാം. ഈ വെള്ളം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? പാനിപ്പൂരി, എന്നിട്ട് ഇത് ഒരു മയമുണ്ട്, 2 മയമുണ്ട് കേട്ടോ. മറ്റേ ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ അകത്ത് ഇതും കൂടി വൈറ്റ് മയോ ഉണ്ട് അകത്ത്, പിന്നെ ചിക്കൻ തന്തൂരി മയോ ഉണ്ട്, വൈറ്റ് മയോ ഉണ്ട്, പിന്നെ കുറച്ച് ലീവ്സ് ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്, പിന്നെ അകത്ത് ചിക്കൻ, ഷവർമ്മയുടെ ചിക്കൻ. പൊട്ടറ്റോ ഇല്ല, ഞാൻ കഴിക്കാം. അയ്യോ തെന്നിപ്പോയി. സംസാരിക്കാൻ സമയൊക്കെ 2 വാക്കില് പറ. സാധനം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആഡല്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു വേറെ ഷവർമ്മ കഴിച്ച പോലെ ഉണ്ട്, പക്ഷെ വേറൊരു വെറൈറ്റി ഇത് കഴിച്ച പോലെ ഉണ്ട്. കൊള്ളാം. കൊളാബൊന്നുമല്ല, ഇത് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നതല്ല, ചായ കുടിക്കാൻ വന്നതല്ലേ. കൊളാബൊന്നുമല്ല. കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചതല്ലേ? അതെ. ഇതേപോലെ കൊളാബൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. കാശ് കൊടുത്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീല് കിട്ടുക. മനസ്സിലാവും. കൊളാബ് കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കത് കൂടുതൽ അതിന്റെ ഒരു ഫീല് കിട്ടൂല, അത് കഴിച്ച് തീർക്കാനും പറ്റൂല. അതിന്റെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിനോടുള്ള ഒരു ഫീല് പോവും. എല്ലാ ആംഗിളിൽ നിന്നും എടുത്ത് അത് സെറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മള് പിന്നെ അത് കഴിക്കണ്ട എന്നുള്ള ഒരു തോട്ടിൽ വരും. നമ്മളാ മൂഡ് പോവും. അതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, നമ്മളൊരു ബ്രേക്ക് എടുത്ത് ഒരു എന്താ നല്ല ഇപ്പൊ കുറച്ച് മുമ്പ് കഴിച്ചില്ലേ, ആ ഷവർമ ഷോർട്സ് ഒക്കെ കഴിച്ച് കുറച്ച് റിഫ്രഷ് ആയി. ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു തമ്പ് റൂൾ എന്താന്ന് വെച്ചാ, നമ്മള് ഗൈസ് പറയാൻ പാടില്ലെന്നാണ്. എന്താന്ന് വെച്ചാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ അടുത്ത് കുറെ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഗൈസ് പറയുന്നത് കുറയ്ക്കണം, അവർക്ക് കുറച്ച് എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് കേട്ട് മടുത്തു എന്ന രീതിക്കാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് മാക്സിമം നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്.
അപ്പൊ ഇനി വരുന്ന വീഡിയോസിൽ മാക്സിമം അത് ഒഴിവാക്കും. അപ്പോൾ അത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പൊ ആസ് പെർ യുവർ സജഷൻസ് ഞങ്ങൾ അത് എടുത്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഈ ഗൈസ് പറയണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഇത് നമ്മള് ഗോയിങ് ഫോർവേഡ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നെങ്കിലും കമന്റ് ചെയ്യാം. നിങ്ങളെ സജഷൻസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തരുന്ന സജഷൻ അത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അല്ലേ? അത് തന്നെ. അതുകൊണ്ടാണ് നമ്മളത് വാല്യൂ ചെയ്യുന്നുണ്ട് എല്ലാ സജഷൻസും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. സോ നിങ്ങൾ ആരെങ്കിലും സെയിൽസ് സമയത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് തോന്നിയത് മെൻസിനെക്കാളും വിമൻസിനാണ് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് പോയാൽ മതി, പ്ലാൻ ചെയ്താൽ മതി. മെൻസിൽ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ എനിക്കൊന്നും ഉള്ള പോലെ തോന്നില്ല. ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാണ്ട് വേറെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ ആയിട്ടൊന്നും തോന്നിയത്. ഓക്കെ, കുറച്ച് അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇപ്പോ നീ നേരത്തെ പറഞ്ഞ 799 ഒരു 499 അവരുടെ ഓൾമോസ്റ്റ് 699 ആ ഒരു റേഞ്ചിലൊക്കെ ഇട്ടിട്ടുണ്ട്. 30% ഓഫറിലാണ് ഇപ്പൊ അവര് ഇട്ടേക്കുന്നത്. ഇനി എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ പോയി നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നമ്മൾ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ. Till then, bye guys.